കീഴ്മാട് പഞ്ചായത്ത് പൗരസംരക്ഷണ സമിതിയുടെ ഓണം പച്ചക്കറി ചന്ത വ്യവസായ പ്രമുഖൻ റോയൽ റഫീഖിന് നേതൃത്വം നൽകി അൻവർ സാദത്ത് MLA ഉദ്ഘാടനം ചെയ്തു. 70-80 പേര് മാസം അവര് പെൻഷൻ പോലെ കൊടുക്കും. അപ്പൊ അതൊക്കെ ഒരു കാരുണ്യ പ്രവർത്തിയാണ്. ആ കാരുണ്യ പ്രവർത്തിയുടെ ദൈവം അല്ലെങ്കിൽ സർവശക്തനായ സൃഷ്ടാവിന്റെ അനുഗ്രഹം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രാർത്ഥനയാണ് നേതൃത്വത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും അതിന്റെ ബിൽഡിംഗ് നിർമ്മാണത്തിന്റെ കാര്യം സൂചിപ്പിച്ചു. എന്നോട് കഴിയാവുന്ന ഒരു സഹായം തീർച്ചയായിട്ടും അത് എന്റെ ഭാഗത്തുനിന്നുണ്ടാകും. എത്രയാണെന്ന് ഞാൻ പറയുന്നില്ല. അതിന്റെ ഉചിതമായി തന്നെ ഞാൻ ചെയ്യും. കാരണം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാൾ ഒരു നല്ല രീതിയിൽ തന്നെ അത് സഹായിക്കുന്നത് ഇവർ ചെയ്യുന്ന ഇനിഷ്യേറ്റീവാണ്. ഇവർ ചെയ്യുന്നത് എത്രയോ പാവങ്ങൾക്ക് ആശ്വാസമാണ്. അത് സത്യം പറഞ്ഞാൽ മറ്റുള്ള ഗവൺമെന്റിനെ ആയാലും തദ്ദേശ സ്ഥാപനങ്ങളെ അത് എല്ലാത്തിനും സഹായിക്കുന്നതിന് തുല്യമാണ് ഇവരുടെ ഇനിഷ്യേറ്റീവ്. എന്തായാലും മുന്നോട്ട് ഓണം ചന്തയാണ് എല്ലാ വർഷത്തെ പോലെ ഉള്ളത്. ഇവിടെ പറഞ്ഞ ലാഭമില്ലാതെയാണ് അവർ നടക്കുന്നത്. ഓണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ കേരളത്തിലെ മലയാളി ലോകത്ത് എവിടെയുണ്ട് ഓണം ആഘോഷിക്കാത്ത മലയാളികൾ. അപ്പൊ അന്ന് വെജിറ്റബിൾ അല്ലെങ്കിൽ പച്ചക്കറി ഒരു പ്രധാന വിഭവം തന്നെയാണ്. ആ പച്ചക്കറിയാണ് പാവപ്പെട്ടവനും സാധാരണക്കാരനും ന്യായമായ വിലക്ക് ലാഭം നോക്കാതെ. ഇതോടെ സർക്കാർ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സർക്കാർ സാധാരണ മാവേലി സ്റ്റോറിൽ നമുക്കറിയാം എത്ര സബ്സിഡി ഇനങ്ങളുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും. പക്ഷേ ഇത്തവണ 13 സബ്സിഡി ഇനവും ഇത്തവണ പ്രത്യേകത. എല്ലാവരും ഹാപ്പിയാണ്, എല്ലാവരും അത് മേടിക്കുന്നു. അപ്പൊ അതോടൊപ്പം തന്നെ ഇങ്ങനെ സബ്സിഡിയിൽ ഇവിടെ കൊടുക്കുമ്പോൾ അത് പൗരസംരക്ഷണ സമിതിയുടെ ആ വലിയ ഇനിഷ്യേറ്റീവിനെ അഭിവൃദ്ധിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാ വർഷത്തെ പോലെ ഇത്തവണ ഓണം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആഘോഷിക്കാം. 3 ദിവസം നീണ്ടു നിൽക്കുന്ന വിലക്കുറവിന്റെ പച്ചക്കറി ചന്ത ചൊവ്വാഴ്ച സമാപിക്കും. പൗരസമിതി പ്രസിഡന്റ് അബൂബക്കർ ചന്ദാര അധ്യക്ഷത വഹിച്ചു. ഈ വരുന്ന 29-ാം തീയതി കല്ലൊരു കർമ്മം നടത്തുന്നത് ബഹുമാനപ്പെട്ട ഫിഷറീസ് മന്ത്രി അബ്ദുൽ ഗഫൂറാണ്. കല്ലിടുന്നത് അവിടെ MLA ഉണ്ടാവും, MP ഉണ്ടാവും, ബ്ലോക്ക് പഞ്ചായത്ത്, മറ്റുള്ള എല്ലാ അവരുണ്ടാവും. ജനങ്ങൾ മുഴുവൻ അവിടെ എത്തിച്ചേരുകയും നിങ്ങളുടെ ജനങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകുമെന്നും അഭ്യർത്ഥിക്കാം. രക്ഷാധികാരി PA മെഹബൂബ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സെബാസ്റ്റ്യൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ അജിത് കുമാർ, അഭിലാഷ്, എയ്ലി ഹിൽസ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, ചാക്കോയിപ്പൻ, ബിജോയ്, രമേശ്, സീനിയർ സിറ്റിസൺ ഫോറം ഭാരവാഹികളായ അബ്ദുൽ കരീം കുന്നപ്പള്ളി, CM ജോസ്, വനിതാ ഫോറം പ്രസിഡന്റ് സാജിദ ടീച്ചർ, ജാസ്മിൻ ഗഫൂർ, പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. 17 വർഷമായി പ്രവർത്തിച്ചു വരുന്ന പൗരസമിതിയുടെ ആസ്ഥാന മന്ദിരത്തിന് എടയപ്പുറത്ത് 29-ന് ഉച്ചക്ക് 3 മണിക്ക് ഫിഷറീസ് വകുപ്പ് മന്ത്രി V. അബ്ദുൽ ഗഫൂർ തറക്കല്ലിടുമെന്ന് പ്രസിഡന്റ് അബൂബക്കർ ചന്ദാര അറിയിച്ചു.